ഈ കൺഫർമേഷൻ എന്താ സംഭവം എന്നുള്ളതാണ് സംശയം. അതിന് താഴെ ഒരാൾ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ അക്ഷയയിൽ നിന്നും ഫോം വാങ്ങൂലേ, അത് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുന്നതാണ് എന്നൊക്കെ. ആക്ച്വലി എന്താണ് മക്കളെ ഈ കൺഫർമേഷൻ? നമ്മൾ പ്ലസ് വണ്ണിന് അപേക്ഷിക്കുന്ന സമയത്ത്, ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ ഉറപ്പ് വരുത്തും നമ്മൾ കൊടുത്ത കാര്യങ്ങളും സ്കൂൾ കോഡും കോഴ്സ് കോഡും എല്ലാം ഓക്കെ ആണോ, ക്ലബ് സർട്ടിഫിക്കറ്റുകൾ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ടിക്ക് ചെയ്തിട്ടുള്ളത്, ഇതൊന്നുകൂടെ വെരിഫൈ ചെയ്തിട്ട് ഫൈനൽ സബ്മിഷൻ നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫൈനൽ സബ്മിഷൻ നടത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യൂല, അലോട്ട്മെന്റിന് നമ്മളെ പരിഗണിക്കില്ല, നമുക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടൂല. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ചിലർക്കുള്ള സംശയമാണ് ഈ അക്ഷയയിൽ നിന്നും പ്രിന്റ് ഔട്ട് കിട്ടിയാൽ ഫൈനൽ കൺഫർമേഷൻ ആയോ എന്നുള്ളത്. ഒരിക്കലുമല്ല. ഫൈനൽ സബ്മിഷൻ നടത്തുന്നതിന് മുൻപും നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ഔട്ട് എടുക്കാം. അത് ചിലപ്പോൾ അവർ തരുന്നത് പ്രൂഫ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. നമ്മൾ കൊടുത്ത പോലെ തന്നെയാണോ അക്ഷയയിൽ അത് എൻ്റർ ചെയ്തിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പ്രിന്റ് ഔട്ട് എടുത്ത് തരുന്നതും ആവാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ, കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, hscap.kerala.gov.in എന്ന സൈറ്റിൽ കയറുക. കാൻഡിഡേറ്റ് ലോഗിൻ വഴി എന്ത് ചെയ്യുക, ഒന്ന് ലോഗിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എഴുതി കാണിക്കുന്നത്, എന്ത്, നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നാണ് എഴുതി കാണിക്കുന്നത് എങ്കിൽ ഫൈനലി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല, നമുക്ക് ആ കംപ്ലീറ്റ് പേജ് വീണ്ടും തുറന്നു വരികയാണ്. അതായത് നമ്മുടെ റിസൾട്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത സ്കൂളും കോഴ്സ് കോഡും അതൊക്കെ വീണ്ടും കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഇനിയും എന്ത് ചെയ്യാനുണ്ട്, ഫൈനൽ സബ്മിഷൻ നടത്താനുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു വിവരം മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെയുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക.